ഹലോ, അസ്സാം വലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നോമ്പെല്ലാം എങ്ങനെ പോകുന്നു? പിന്നെന്താണ്, ഇന്ന് നല്ലൊരു നമുക്ക് ദോശ ചുട്ടിട്ടൊരു ചിക്കൻ റോൾ ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ അറിയില്ല എന്ന് അറിഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതെല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പോൾ മാവിൽ ഞാൻ മൈദ, ഒരു മുട്ട, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അടിച്ച് വെച്ചതാണ് കേട്ടോ ഇത്. പിന്നെ ചിക്കന് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചത്. ഒരു 2, 3, 4 കഷ്ണം ചിക്കൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 5, 8, 10 ചിക്കൻ റോള് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് കുറേ ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ ഇനി മസാല ഉണ്ടാക്കുകയാണ്. ചട്ടി വെച്ച് ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് മസാല വേണ്ടത് വലിയ ഉള്ളി 2 പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പിൻ്റെ ഇല, ഇത് 3 കൂടി ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ചോപ്പറിൽ ഇട്ടിട്ടാണ് ചെറുതാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ടാണെങ്കിലും ഇങ്ങനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞു വെക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കുക. പിന്നെ അറിയാത്തവർക്കും ഇത് ഉണ്ടാക്കുക. ആകെ ദോശ ചുട്ട് മസാല കറക്റ്റായാൽ എല്ലാവർക്കും ഇത് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഉള്ളി നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. കുറച്ച് ഉപ്പിട്ടിട്ട് വാട്ടിയാൽ പെട്ടെന്നാവും കേട്ടോ. ഞാൻ ആകെ 2 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആൾക്കാരുള്ളത്, കൂടുതൽ ആളുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മാവ് എടുക്കണം, ചിക്കനും എടുക്കണം, ഉള്ളി എടുക്കണം. നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇതിൽ കൂടുതൽ മസാലകളോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു ചിക്കൻ റോളാണ്. ആർക്കും ഇത് മടുപ്പ് വരാത്തൊരു ചിക്കൻ റോൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. പിന്നെ എന്തൊക്കെ, നോമ്പെല്ലാം എങ്ങനെ പോന്നു? ഇവിടെ 2 ദിവസം കുഴപ്പമില്ലാതെ പോയി, അൽഹംദുലില്ലാ. പഠിച്ചവൻ അങ്ങോളം അങ്ങനെ എത്തിക്കട്ടെ. നിങ്ങളും സുഖമായിട്ട് നോമ്പ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ദുആ ചെയ്യുന്നുണ്ട്. ഇനി ഇപ്പം നന്നായിട്ട് കരിവേപ്പിൻ്റെ ഇല അരിഞ്ഞു കൊടുക്കും. പക്ഷെ മല്ലിച്ചപ്പ് വേണ്ടിയിരുന്നു കേട്ടോ, എൻ്റെ അടുത്ത് മല്ലിച്ചപ്പ് ഇല്ല. പിന്നെ ഞാൻ നോമ്പിലേക്ക് സാധനം വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. നാളെ ഒന്ന് സഫാരിയിൽ പോകണമെന്നുണ്ട്. അന്ന് ഞാൻ സഫാരി പോയിട്ട് വാങ്ങാതെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഉള്ളി അവിടെ വാടിയിട്ട്, അപ്പോൾ നമുക്ക് ചിക്കന് നമ്മൾ ചോപ്പറിലിട്ടിട്ട് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ഓവർ പൊടിഞ്ഞു പോകരുത് കേട്ടോ ചിക്കന്. ഇത് ഞാൻ മഞ്ഞളും കുരുമുളകും ഉപ്പിട്ടിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചതാണ്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറ്റില്ലെങ്കിൽ നിങ്ങൾ മിക്സിയിലോ അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് പിച്ചെടുത്താലും കുഴപ്പമില്ല. ഇതുണ്ടെങ്കിൽ ഇങ്ങനത്തെ കടിയെല്ലാം ഉണ്ടാക്കാൻ സുഖമാണ് കേട്ടോ. എത്രയേ വേണ്ടു. ഇങ്ങനെ ചിക്കന് ഇതാകാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരണം. ഇതിലേക്ക് ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി. നോക്കിക്കോളി, കുറച്ച് കളറിന് മഞ്ഞൾപ്പൊടി എല്ലാം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പൊടി ശ്രദ്ധിച്ചോളി. പിന്നെ മുളകും പൊടിയെല്ലാം അത്ര കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. കുറച്ചാണ് എല്ലാ മസാല ഇടുന്നത്. പിന്നെ ഗരം മസാല, നല്ല ടേസ്റ്റാണ് കേട്ടോ അത് തിന്നാൻ. പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി, കുറച്ചൊരു കുരുമുളക് പൊടി. ആദ്യം ഞാൻ കുരുമുളക് ഇട്ടിട്ട് ഇപ്പോഴാണ് ഞാൻ ഗരം മസാല ഇടുന്നത്. അപ്പോൾ പറഞ്ഞല്ലോ, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയും സാധനമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നന്നായിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ. അപ്പം നമുക്ക് ചിക്കൻ വേവിച്ച ചട്ടി കയറ്റി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം.
അപ്പോൾ നോമ്പിന് എണ്ണക്കടി നല്ലതല്ല, കഴിയുന്നതും എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒഴിവാക്കണം. ഞാൻ പിന്നെ നോമ്പ് ഫസ്റ്റത്തെ ആയതുകൊണ്ടാണ് ഞാൻ എണ്ണക്കടി ഉണ്ടാക്കുന്നത്. അപ്പോൾ കഴിയുന്നത് നമ്മൾ എണ്ണക്കടി ഒഴിവാക്കുകയാണ് നല്ലത്. പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക. ഷുഗറുകളും തൈറോയ്ഡ് അസുഖങ്ങളുള്ളവരെല്ലാം ശ്രദ്ധിക്കുക. അസുഖമുള്ളവരെല്ലാം ശരിക്കും നോമ്പ് എടുക്കാതിരിക്കുക. നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ മാത്രം നോമ്പ് എടുത്താൽ മതിയല്ലോ. പിന്നെ നമുക്ക് വീട്ടെങ്കിലും ചെയ്യാം. അസുഖമുള്ളവരൊന്നും എടുത്തിട്ട് ഇതാക്കണ്ട. അപ്പം നമ്മളെ മസാല ഇവിടെ അടിപൊളി. മസാല റെഡിയായി കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, ഒരു ഡൗട്ടും ഇല്ലാതെ. കണ്ട മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ദോശ ചുട്ട് ഇതാക്കാം. ദോശമാവ് പറഞ്ഞല്ലോ, ഒരു മുട്ട, കുറച്ച് കുരുമുളക്, ഉപ്പ്, കുറച്ച് വെള്ളം ആക്കിയിട്ട് ഇത് അത്ര ലൂസിലാണ് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തതിന്. എന്നാൽ നമുക്കിത് കട്ടില്ലാതെ വേണം ദോശ ചുട്ടെടുക്കാൻ. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ദോശയാണെങ്കിലും അടി പിടിക്കും അങ്ങനത്തെ ഒരു പേടിയും വേണ്ട. നമ്മൾ മുട്ട കൂട്ടിയോണ്ട് കറക്റ്റായിട്ട് ദോശയെല്ലാം നന്നായിട്ട് കറക്റ്റ് കിട്ടും. പിന്നെ ഉണ്ടോ നന്നായിട്ട് ഇളകി വരും. അപ്പോൾ ആദ്യത്തെ ഒരു ദോശ ആകുമ്പോൾ ഒന്ന് ഇതുണ്ടാവും, പിന്നെ എല്ലാം കറക്റ്റ് ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ദോശ ചുട്ടിട്ടൊരു ചിക്കൻ റോള് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അതിൽ നമുക്ക് എന്താക്കുക, ഈ ദോശ ചുട്ടും കൊണ്ട് തന്നെ ഇപ്പുറം നമുക്ക് മസാല ഇതിൽ തന്നെ ഇപ്പോൾ നമുക്ക് റോൾ ചെയ്ത് വെക്കുക. അത്രയേ ഉള്ളൂ. അവിടെ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ദോശ ചുടുക നറുക്കുക ഒരേ സമയം ഇതെല്ലാം തീരും കേട്ടോ. അതാണ് ഒരു ദോശ ചുട്ടിട്ട് നമുക്ക് നറുക്കാൻ നിൽക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അതേപോലെ എല്ലാവരും നിങ്ങൾക്ക് നല്ലതാണെങ്കിലും ചീത്തയാണെല്ലാം കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഞാൻ മറുപടി തരുന്നതായിരിക്കും. ഇനി നോമ്പിന് ഇങ്ങനെയല്ലോ ചിലപ്പം വീഡിയോ ഉണ്ടാവും, ചിലപ്പം വീഡിയോ ഉണ്ടാവില്ല. അങ്ങനത്തെ എല്ലാം ഒരിതായിരിക്കും ഒരു മാസം. ഇൻഷാ അല്ലാഹ് കഴിയുന്നതും ഞാൻ വീഡിയോ ഇടും. പിന്നെ ജോലിക്ക് പോയി എപ്പോഴാണ് വരിക എന്നൊന്നും അറിയില്ല. വന്ന് ഇവിടുന്ന് പടഞ്ഞ് ഇവിടെ നമ്മൾ നോമ്പറക്കുമ്പോഴത്തേന് ഉണ്ടാക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെല്ലാം കഴിയണ്ടേ. അപ്പോൾ അതാ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക കേട്ടോ. അത് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും പെട്ടെന്ന് ഒരു ഡൗട്ടും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ റോളാണ്. അപ്പോൾ എല്ലാം ഇതേപോലെ നമ്മൾ ആക്കിയെടുക്കുക. ഉണ്ടോ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ അവിടെ ദോശ ഇടുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഇതുണ്ടാ, അത് ഉരുളുമ്പോൾ ഇവിടെ ദോശ ആവും. അപ്പോൾ ഡൗട്ടും കാര്യമൊന്നുമില്ല. പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ നടക്കും. ആ ഒരു മസാല ഉണ്ടാക്കി വെക്കുന്ന സമയമേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ മസാല ഇടുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാം എന്താക്കുക ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ചൊരു എണ്ണയിൽ നമ്മൾ ഇത് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടോ ഇത് പൊട്ടിയ പോലെ തോന്നിയാലും ടെൻഷൻ അടിക്കേണ്ട, ഒന്നും ആവില്ല കേട്ടോ. ഉണ്ടോ പൊട്ടിയാലും ഇനി ആരെങ്കിലും അത് പൊട്ടിപ്പോയല്ലോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഇനി നമുക്കെല്ലാം ഒന്ന് എണ്ണയിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടല്ലോ നമ്മളെ ദോശ ചുട്ടുള്ള ചിക്കൻ റോള്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഓവർ എണ്ണ വേണ്ട, കുറച്ച് എണ്ണ മതി, കുറച്ചൊരെണ്ണ മതി, അത്ര എണ്ണ മതി. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നല്ല മുരിച്ച് ചുവന്ന കളറാവുകയോളം ഒന്ന് മുരിച്ചിട്ടാൽ നമ്മളെ സൂപ്പർ ചിക്കൻ റോൾ ഇവിടെ റെഡിയായി. നല്ല എണ്ണ ചൂടായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് വലിയ ചിക്കൻ റോളാണെങ്കിലും വലിയ ദോശ ഇട്ടാൽ മതി. ഇപ്പോൾ ചെറുതുമാണെങ്കിൽ ചെറിയ ദോശ ഇട്ടിട്ട് ഇതേപോലെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ അതെല്ലാം നിങ്ങളെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ആദ്യത്തെ ഇട്ടത് റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അതിപ്പോൾ പോകുമായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ പഠിച്ചോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ദുആ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ നോമ്പെടുക്കാനുള്ള ആരോഗ്യം ആയുസ്സും ആഫിയത്തെല്ലാം തരട്ടെ. അപ്പോൾ ആരും എന്നെ വീഡിയോ ഇട്ടില്ലെങ്കിലും മറക്കാതിരിക്കുക, എൻ്റെ വീഡിയോ എല്ലാം കാണുക ഇടുമ്പോൾ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. മസാല എല്ലാം കറക്റ്റ് ഇട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉണ്ടാ നമ്മൾ അടുത്തത് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. അടിപൊളി ചിക്കൻ റോളാണ് കേട്ടോ.